ഡോക്ടർ ഹാരിസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിനിടെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ സുനിൽ കുമാറിന് ഫോണിലൂടെ നിർദ്ദേശം. അന്വേഷണ റിപ്പോർട്ട് മുഴുവനായി വായിക്കാനായിരുന്നു ഫോണിന്റെ മറുതലക്കിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചത്. റിപ്പോർട്ട് മുഴുവൻ വായിക്കാൻ പറയുന്നു എന്ന് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്ന മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ സൂപ്രണ്ട് അറിയിക്കുകയും ചെയ്തു. അതെ, മോസലോസ്കോപ്പ് അല്ല, ഇതിൽ എഴുതിയിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഹലോ, പറഞ്ഞു സാറേ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് സത്യം വിളിച്ചു പറഞ്ഞ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിന് പിന്നിൽ ആര്? വിശദവിവരങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ ചേരുന്നു. അമൽ, ആരാണ് ഡോക്ടർ ഹാരിസിനെ ഇത്തരത്തിൽ ഉപദ്രവിക്കുന്നതിന് പിന്നിൽ? മോദി ഇന്നൊരു വാർത്താ സമ്മേളനം വിളിച്ചത് ഈ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലിന് ശേഷം ചില ഉപകരണങ്ങൾ കാണാനില്ല എന്നുള്ള വിവരമൊക്കെ അന്വേഷണ റിപ്പോർട്ടിലുണ്ടായിരുന്നു. അതിന്റെ പുരോഗതി വിശദീകരിക്കാനാണ്. പക്ഷേ ഇത് വിശദീകരിച്ച് വന്നപ്പോൾ അവിടെ ഒരു ഉപകരണം കാണാനില്ല എന്നുള്ളത് ആദ്യമേ സ്ഥാപിക്കുന്നു. അതിൽ ആദ്യത്തെ പരിശോധനയിൽ അങ്ങനെ ഒരു ഉപകരണമേ അവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ് പറഞ്ഞു വെക്കുന്നത്. അതിനുശേഷം രണ്ടാമത് നടന്ന പരിശോധനയിൽ അവിടേക്ക് ഒരു ഉപകരണം എത്തി. അതെങ്ങനെ എത്തി എന്ന കാര്യത്തിൽ വ്യക്തത നൽകുന്നില്ല. ആരവിടെ കൊണ്ടുവച്ചു എന്ന കാര്യത്തിൽ വ്യക്തത നൽകുന്നില്ല. ഹാരിസ് ചിറക്കൽ അവധിയിലാണ്, പിന്നെ ആര് എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ സംശയമുള്ളത്. അവിടെ നിന്ന് ഉപകരണം കാണാനില്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ആദ്യം എടുത്ത ഈ പറയുന്ന MB ഫണ്ടിൽ നിന്ന് വാങ്ങിയ ഉപകരണമാണ്. അതിനാൽ തന്നെ അതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് കളക്ടറേറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഫോട്ടോയിൽ ഈ ഉപകരണമില്ല. രണ്ടാമതെ പരിശോധിക്കുമ്പോൾ ആ ഉപകരണമുണ്ട്. അതായത് ഹാരിസ് ചിറക്കലിനാണ് ഇതിന് ഉത്തരവാദിത്വം, സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം. അപ്പോൾ ഉപകരണം കാണാതായതിനെ തുടർന്ന് ഹാരിസ് ചിറക്കലിന് വേണ്ടി മറ്റാരും അവിടെ കൊണ്ടുവച്ചു എന്നുള്ള തരത്തിലുള്ള വ്യാഖ്യാനം നൽകി ഹാരിസ് ചിറക്കലിനെ സംശയ നിഴലിൽ നിർത്തിയാണ് ഈ വാർത്താ സമ്മേളനം അവസാനിക്കുന്നത്. ഹാരിസ് ചിറക്കലിന്റെ ഭാഗത്തുനിന്നും ഈ വിഷയത്തിൽ പ്രതികരണം ഉണ്ടായിട്ടില്ല. എന്തായാലും ഹാരിസ് ചിറക്കൽ കൂടി ഈ വിഷയത്തിൽ പ്രതികരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. KGM-CTA അടക്കം ചില സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഹാരിസ് ചിറക്കലിനെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണോ ഇതെന്നാണ് അവരുടെ സംശയം. എന്തായാലും ഇനിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ അവസാനിക്കില്ല എന്ന് ഉറപ്പാണ്. ശരി, അമൽ തേനപ്പറമ്പിലാണ് വിശദവിവരങ്ങൾ നൽകിയത്. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ പിന്നാലെ തന്നെയുണ്ട് സംഘം എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഇതിന്റെ പിന്നിൽ ആര്? അതിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. ഉപകരണം കാണാതെ പോയി എന്ന് പറയുന്നു, പിന്നീട് കണ്ടു എന്ന് പറയുന്നു, മോഷണം പോയി എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി തുടക്കത്തിൽ പറഞ്ഞിരുന്നത്. എന്തിനാണ് ഈ ആവേശം? എന്താണ് ഹാരിസിനെതിരെ ചെയ്യാൻ ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് എന്നതിൽ വ്യക്തത വരട്ടെ.